കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തിരിച്ചറിയാൻ വേണ്ടി AI ക്യാമറകൾ സ്ഥാപിക്കുന്നു. നിരീക്ഷണ സംവിധാനത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം പാലക്കാട് പന്നിമട വനമേഖലയിലായിരുന്നു. രാത്രിയും പകലും ചിത്രം പകർത്താൻ കഴിയുന്ന തെർമൽ ക്യാമറയാണ് ഇതിനായി സ്ഥാപിക്കുന്നത്. കാടിറങ്ങുന്ന വന്യജീവികളുടെ സഞ്ചാരപഥങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പ് AI ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനമാണിപ്പോൾ പാലക്കാട് പന്നിമട വനമേഖലയിൽ ആരംഭിച്ചിട്ടുള്ളത്. പന്നിമട വനമേഖലയിൽ ഇത് സ്ഥാപിക്കുകയും ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുങ്കിയ ആനയായ അഗസ്തിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതുവഴി കൊണ്ടുപോവുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ലഭിച്ചു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ആദ്യഘട്ടം തന്നെ ഇതിന്റെ പരീക്ഷണം വിജയമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് വനം വകുപ്പ് തെർമൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഒരുങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങൾ വനമേഖലയിലാണ് ഇത് സ്ഥാപിക്കുക. ആനകളും അതുപോലെ തന്നെ പ്രധാനമായും നമുക്കറിയാം വന്യജീവിയിൽ ആനയും പന്നി ഉൾപ്പെടെയുള്ള ജീവികളെയാണ് വ്യാപകമായി കാടിറങ്ങുന്നത്. ഇത് ഗ്രാമീണ മേഖലയിൽ വലിയ രീതിയിലുള്ള ദുരിതം വിതയ്ക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വന്യജീവികൾ കാടിറങ്ങുന്നത് കൃത്യമായി തന്നെ വനം വകുപ്പിന് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ കാടിറങ്ങുന്ന വന്യജീവികളെ കൃത്യമായി തന്നെ അതിർത്തിയിലോ മറ്റോ ഈ വന്യജീവികൾ എത്തുമ്പോഴത്തേക്ക് തന്നെ വനം വകുപ്പിന് ഇതിനെ പ്രതിരോധിച്ച് ഇതിനെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് അവലംബിച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെയുള്ള നിയന്ത്രണത്തിലാണ് സ്വാഭാവികമായും വനങ്ങളും വന്യജീവികളും എല്ലാം തന്നെ. എന്നാൽ ഈ വന്യജീവികളെ പ്രതിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാരിന് പോകാൻ കഴിയും. ഇത്തരത്തിൽ ഇതിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ വനമേഖലയിൽ നിന്ന്, അതായത് ഗ്രാമീണ മേഖലയിൽ വനാതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ വനം വകുപ്പിന് എന്തായാലും ഉണ്ട്. സ്വാഭാവികമായും വനമേഖലയിലുള്ള ഒരു അവസ്ഥയും പഠിക്കാൻ കഴിയും. അതേപോലെ തീറ്റയും വെള്ളവും ആവശ്യത്തിന് വനമേഖലയിൽ ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും AI ക്യാമറയിലൂടെ നിരീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഈ ആനകളുടെ പ്രത്യേകിച്ച് ആനകളും അതുപോലെ തന്നെ കടുവയും കരടിയും ഉൾപ്പെടെയുള്ള ജീവികളെ, പന്നിയും ഉൾപ്പെടെയുള്ള ജീവികളുടെ ഒരു സഞ്ചാരപഥങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ അതിന് മറ്റേതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ വനത്തിൽ ഇവ ചത്തൊടുങ്ങുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇത് വനം വകുപ്പിന് നിരീക്ഷിക്കാൻ കഴിയും. എന്തായാലും ഈ തെർമൽ ക്യാമറകൾ സംസ്ഥാന വ്യാപകമായി തന്നെ നടപ്പാക്കും. ഇതിൻ്റെ ഒരു ആദ്യഘട്ടം പാലക്കാട് വിജയിച്ച സാഹചര്യത്തിൽ ഇത് സാർവത്രികമാക്കുക, പരമാവധി വനമേഖലയിലേക്ക്. ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം നിൽക്കുന്ന പാലക്കാട്, അതുപോലെ തന്നെ വയനാട്, ഇടുക്കി ജില്ലകളിലായിരിക്കും ഇത് കൂടുതൽ ഈ പദ്ധതി നടപ്പാക്കുക. എന്തായാലും ഇത് ഗ്രാമീണവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വന്യജീവികളെ കൃത്യമായി വനം വകുപ്പിന് നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ കാടിറങ്ങി വരുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ വനം വകുപ്പിനും ജനങ്ങളും സംഘടിച്ചുകൊണ്ടുള്ള ഫോഴ്സുകൾ ഉൾപ്പെടെ രൂപീകരിക്കാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വനം വകുപ്പിനുണ്ട്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്. ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയിലേക്ക് പോയിട്ട് തിരികെ എത്താൻ